ഇങ്ങോട്ട് വരുന്നു. നമുക്ക് ചാക്കിലെ ഇഞ്ചി കൃഷി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം ആദ്യം പൂട്ടോയാണ് പറിക്കാൻ വരുന്നത്. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. പണ്ടെല്ലാം വീണ്ടും നേരത്തെ പോയി, കേടാണോ എന്നാണോന്ന് അറിയില്ല. ഇലയൊന്നും നോക്കാം. അവൻ ആദ്യം നോക്കുന്നു, പിന്നെ എന്നാ ചെയ്യുന്നു. ആയിരിക്കും നമുക്ക് ഇഞ്ചി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ നിറഞ്ഞുണ്ടാകുന്നായിരുന്നു. ഇഞ്ചി ഇല്ല, കണ്ടും നേരത്തെ വീണു. ഇതാ കിട്ടിയതാകെ. ഇടയ്ക്ക് പിന്നെ ഞാൻ വന്ന് ഒന്നും ഇല്ലാത്തപ്പോ വന്ന് ഇച്ചിരി മാന്തി എടുക്കുമായിരുന്നു. അതിന്റെയും കൂടെ കാണും ചാക്കിലെ വരച്ചിട്ട് കിട്ടിയത്. ഇടയ്ക്ക് ഞാൻ വന്ന് ഇച്ചിരി ഒടിച്ചൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ, കുറച്ച് ഒന്നും ഇല്ലാത്തപ്പോ. അതിന്റെയും കാണും. എല്ലാം ചാക്ക് നിറഞ്ഞുണ്ടാകുന്നായിരുന്നു നട്ട് കഴിയുമ്പോ. എന്നാ പറ്റി ഈ കാലത്തെ കാലാവസ്ഥയാന്ന് തോന്നുന്നു ഇങ്ങനെ നമുക്ക് ഇത്രയും കുറച്ചായിപ്പോയി. കൂട്ടോ പറിക്കാൻ മടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇല്ല, ഇനി നമുക്ക് പിന്നെ പറിക്കാം. നിലത്താ ഇനിത്തത്, അത് പിന്നെ പറിക്കാം. ചാക്കിലെ പറിക്കണോ? ഇനി ഇച്ചിരി കൂടെ ഷിമ്മിക്കൂട് ഉണ്ടേ പോലും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് 2 ഷിമ്മിക്കൂടിനകത്തോട്ട് ഇച്ചിരി മണ്ണില്ലേലും കരിയിലയോ നമ്മുടെ ഈ വേസ്റ്റുകളെല്ലാം നമ്മൾ പച്ചക്കറി എല്ലാം എടുക്കുന്ന വേസ്റ്റും ഒരു ശകലം മണ്ണും ഉണ്ടെങ്കിൽ നല്ല എല്ലുപൊടിയും വേപ്പൊടിയും ഇതെല്ലാം പിണ്ണാക്കും എല്ലാം കൂടെ ഇട്ടങ്ങ് വെച്ചാൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള ഇഞ്ചി ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഇങ്ങനെ നട്ടുപിടിപ്പിക്കുക. ഇതിപ്പോ ഈ പ്രാവശ്യം കാലാവസ്ഥയുടെ ആണെന്ന് തോന്നുന്നല്ലേ, ചാക്ക് നിറച്ച് ഉണ്ടാകുന്നതായിരുന്നു. മഴ കാരണമെന്ന് തോന്നുന്നു അഴുകിപ്പോയി എല്ലാം. അപ്പം നിങ്ങൾ മക്കളെ എല്ലാവരും നിങ്ങൾ ഇതുപോലെ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്ത് ഇതുപോലെ ചെയ്യുമല്ലോ. നമ്മൾക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ആള് കുറവാണ്. നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. മക്കളെ നോക്കണം കേട്ടോ.